ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഭീഷണികൾ ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധി അംബാസഡർ ഹരീഷ് പി വ്യക്തമാക്കി. വാണിജ്യ കപ്പലുകളെ സൈനിക ആക്രമണങ്ങളുടെ ലക്ഷ്യമാക്കുന്ന നടപടിയെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സംഘർഷണത്തിനിടെ ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായ കാര്യവും ഇന്ത്യ യുഎന്നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റത്തിനും വ്യവസായങ്ങളെയും ബാധിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും അംഗീകരിക്കാനാവില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടണമെന്നും അംബാസഡർ ഹാരിഷ് പി ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും സിവിലിയന്മാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായ ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ലോകസമൂഹത്തോട് ആവശ്യപ്പെട്ടു.